ഇന്നത്തെ ബട്ടർ കോഫിയിലേക്കുള്ളത് പിസ്തയാണ്. ചെറിയൊരു പിടുത്തം പിസ്ത എടുത്താൽ മതി. നിങ്ങൾക്ക് വേറെ നട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 3 ബോയിൽഡ് എഗ്ഗ്, ബോയിൽഡ് ക്യാബേജ്, കുക്കുംബർ സ്റ്റിക്ക്, ഇത്രയാണ് കേട്ടോ. പിന്നെ 1 കപ്പ് ഗ്രീൻ ടീയും. ഇന്ന് മൊത്തത്തിൽ ബോയിൽഡ് ആണ്. ഈ ബോയിൽഡ് ക്യാബേജ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ ക്യാബേജ് റൈസ് ഒന്നും അത്ര താല്പര്യമില്ല. അപ്പം ഞാൻ എന്താ ഇതുപോലെ ക്യാബേജ് റോളാക്കിയിട്ട് ഒരു ബാംബോ സ്റ്റിക്കിൽ കുത്തിയിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കും. പിന്നെ നമുക്കത് ഡിസ്ൽ ചെയ്യാം. ഒലീവ് ഓയിലും പിന്നെ കുറച്ച് പെപ്പറും സോൾട്ടൊക്കെ ഇട്ട് ഒന്ന് ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെ ആയി. ഇന്നത്തെ എഗ്ഗ് സോഫ്റ്റ് ബോയിൽഡ് ആണ്. അതിൻ്റെ ഉണ്ണി കണ്ടാൽ തന്നെ അറിയില്ല, നല്ല മഞ്ഞ കളറാണ്, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. കഴിക്കാനും ടേസ്റ്റിയാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കണമെങ്കിൽ വെള്ളം തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ മുട്ട എടുത്താൽ മതി. അപ്പോഴേക്കും ഈ ഒരു ലെവലിൽ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. ഇന്നത്തെ മിഡ് മോർണിംഗ് അപ്പറ്റൈസർ നെല്ലിക്ക കുക്കുംബർ ജ്യൂസ് ആണ്. ഫ്രീസ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ളതോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കുക്കുംബറിന്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ 2 നെല്ലിക്കയുടെ പുറമേയുള്ള ഭാഗം. ഇത് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരിച്ച് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കലക്കുക, കുടിക്കുക. അടിപൊളി ജ്യൂസാണ് കേട്ടോ. കുക്കുംബറൊക്കെ ചേർക്കുന്നതാണ്, ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആണ്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചായിരുന്ന ജ്യൂസാണ് നെല്ലിക്ക ജ്യൂസ്. അപ്പം ചിയ സീഡ്സ് ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ലഞ്ചിലെ മെയിൻ ഐറ്റം ചാളയാണ് കേട്ടോ. ചാള ഫ്രൈ ഉണ്ട്, ചാള കറിയുണ്ട്. ചാള മുളക് ഇട്ടതാണേ. അപ്പം വെളിച്ചെണ്ണയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് മുരിഞ്ഞ ചാളയോട് വലിയ താല്പര്യമില്ല. പിന്നെ അധികം ഉപ്പ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കാറില്ല കേട്ടോ, കുറച്ച് ഉപ്പേ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഇതാണ്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് എന്തൊക്കെയാണെന്ന് പറയാം. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കോവയ്ക്ക തോരനും ഉണ്ട്. പിന്നെ കുക്കുംബർ സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഒരു 3 ചെറിയ ബോൾ യോഗട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതും കഴിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഐറ്റംസ്. രാത്രിയിലത്തേക്ക് കോളിഫ്ലവറും കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ നമ്മൾ കോളിഫ്ലവർ തുറന്നെടുത്തപ്പോഴേക്കും അതിനകത്ത് വലിയ കിണ്ണം കാച്ചിയ പുഴുക്കൾ. ടമ്മി ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു. എന്നാൽ 2 എണ്ണം അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ ബാക്കി കോളിഫ്ലവർ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോണ്ടോ അതിനകത്ത് പിന്നെയും പുഴുക്കളുണ്ട്. ഒരു രക്ഷയില്ല എൻ്റെ അമ്മേ. അതുകൊണ്ട് നമ്മൾ കോളിഫ്ലവർ അങ്ങ് ഒഴിവാക്കി. ഇത് ക്യാബേജിലൊക്കെ എന്താ ഉള്ളൊരു പെസ്റ്റിൻ്റെ പുഴുവാണ് കേട്ടോ. ക്യാബേജ് മോത്തോ അങ്ങനെ എന്തോ ഒരു ശലഭത്തിൻ്റെ പുഴുവാണ്. എന്തായാലും ഞാൻ ഈ ഒരു മാസത്തേക്കില്ല, ഞാൻ ഇനി ഇത് മറക്കുന്ന വരെ കോളിഫ്ലവർ മേടിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കീറ്റോ റെസിപ്പിയിൽ ഇനി കോളിഫ്ലവർ ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ വേണമെങ്കിലും മേടിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ഇത് കണ്ടതുകൊണ്ടാണ്, അല്ലാത്ത പക്ഷേ എനിക്ക് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. മക്കളെ, അമ്മ പുഴുവിനെ എല്ലാത്തിനെയും ചുട്ടരിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സങ്കടമൊന്നും തോന്നണ്ട, ഇതൊരു പെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കൊന്നു കളയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒരു കോളിഫ്ലവർ കുറച്ച് മാസത്തേക്ക് തിന്നേയില്ല. ചിലപ്പോൾ വിഷം അടിക്കാത്ത പച്ചക്കറി ആയിരുന്നു, അതുകൊണ്ടാണ് പുഴു ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പച്ചക്കളർ എനിക്ക് വേണ്ട ഇത്. രാത്രിയിലെ കോളിഫ്ലവർ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം 2 വഴുതനങ്ങയും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം കൂടിയിട്ട് ഓവനിലൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതും പിന്നെ ഉച്ചക്കത്തെ മീൻകറി ഉണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും നമുക്ക് രാത്രിയിൽ കഴിക്കാനുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കട്ടെ. കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ തക്കാളി, ക്യാപ്സിക്കം, പിന്നെ വഴുതനങ്ങ ഇത്ര എടുത്തേ ഉള്ളൂ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് എള്ള് ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ ഫാറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഒലീവ് ഓയിൽ, പെപ്പർ, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ഞാൻ കഴിക്കാൻ നേരത്തെ എനിക്ക് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. സത്യത്തിൽ പാല് കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ല കേട്ടോ. നമുക്ക് ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ, ഇതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ നമ്മളിങ്ങനെ ശീലമാകുമ്പോൾ മാറ്റാനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ കഴിക്കുന്നതാണ്. പക്ഷേ രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്യും കേട്ടോ. ഇത് കുഴപ്പമില്ല. കുറച്ച് കാപ്സൊക്കെ നമുക്ക് അതിനകത്ത് എനർജി ആയി പോകുന്നൊക്കെ വിചാരിച്ച് കുടിക്കുവാണ്. ഇപ്പോൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇനി തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നേരമൊക്കെ ഒരു കപ്പ് കോഫിയോ ടീയോ കഴിക്കുക.